വടകരയിൽ നടന്നുവരുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിലെ സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനം പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി മാറുന്നു. ഡി മനോജ് വൈക്കമാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിന്റെ ഫോട്ടോ പ്രദർശനം വടകര ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. സാഹിത്യ ലോകത്ത് തന്നെ ആദ്യ അനുഭവമാണ് ഇത്തരത്തിലുള്ള ചിത്ര പ്രദർശനം. സാഹിത്യ ലോകത്തിന് നൂതനാനുഭവങ്ങൾ നൽകിയാണ് ഡി മനോജ് വൈക്കം സാഹിത്യ ചിത്ര പ്രദർശനം എന്ന പുതിയൊരു അനുഭവം ആദ്യമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ നിരവധി കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരെക്കുറിച്ചുള്ള ജീവിത ചിത്ര പ്രദർശനങ്ങളും പുസ്തകങ്ങളും ഡി മനോജിന്റെ മാത്രം സംഭാവനയാണ്. സാഹിത്യ ലോകത്ത് മറ്റെവിടെയും കാണാത്ത ജീവിത വഴികളിലൂടെയുള്ള ചിത്ര പ്രദർശനമാണ് ഡി മനോജ് ഒരുക്കുന്നത്. വടകര ടൗൺ ഹാളിൽ ഒരുക്കിയ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിന്റെ ഫോട്ടോ പ്രദർശന പരമ്പര വടകരയിൽ നിന്നാണ് 2 വർഷക്കാലം കൊണ്ട് ഗോസായി കുന്നിലെ സ്മാരകശിലകൾ എന്ന പേരിൽ ചിത്രീകരിച്ചത്. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ ചിത്ര പരമ്പരയെക്കുറിച്ച് പഠനവും കെ പി പ്രസന്നകുമാർ അവതാരികയും എഴുതിയിട്ടുണ്ട്. എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ പാശ്ചാത്തലമായ മാഹിയിൽ നിന്നാണ് 2 വർഷക്കാലം കൊണ്ട് മയ്യഴിയിലൂടെ എന്ന പരമ്പര പൂർത്തീകരിച്ചത്. മയ്യഴിയിലെ തുമ്പികളും വെള്ളിയാങ്കല്ലും പള്ളിയും മൂപ്പന്റെ ബംഗ്ലാവും മാഹിയുടെ പ്രകൃതിയിൽ നിന്ന് നോവൽ വരികളിലൂടെ ചിത്രങ്ങളാക്കി മാറ്റപ്പെട്ട് പുസ്തകത്തിൽ എം മുകുന്ദൻ തന്നെ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരം എഴുതിയിട്ടുണ്ട്. ജീവിതവും ഒരു യഥാർത്ഥ വായനക്കാരനെയും ഒരു എഴുത്തുകാരനെയും സമന്വയിപ്പിക്കുന്ന ഒരു രചനാശൈലി. അതായത് പച്ചയായ ജീവിതം ആധുനികതയ്ക്കും ഉത്തരാധുനികതയ്ക്കും ശേഷം അല്ലെങ്കിൽ അതിനൊപ്പം സഞ്ചരിച്ച് എഴുത്തിന്റെ മാസ്മരിക ഒരു ലോകത്തേക്ക് നമ്മെ നയിപ്പിച്ച പുനത്തിൽ എന്ന തുറന്ന എഴുത്തുകാരന്റെ സ്മാരകശിലകൾ എന്ന നോവലിന്റെ ഫോട്ടോഗ്രാഫി ആവിഷ്കാരമാണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചത്. പുനത്തിൽ സ്മൃതി എന്ന് പേരിട്ടിരിക്കുന്ന കടത്തനാട് ഫെസ്റ്റിലെ ഈ ഒരു സെഗ്മെന്റിൽ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. പുനത്തിൽ സ്മാരകശിലകൾ എന്ന നോവൽ എങ്ങനെ വടകര എന്ന പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ കടത്തനാട്ടിൽ നിന്ന് എങ്ങനെ കണ്ടെത്തി എന്ന് ഫോട്ടോഗ്രാഫിയിലൂടെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. അത്തരത്തിൽ ഒരു പഠനം കൂടെയായി ഞാനിത് മലയാളത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ ചിത്രങ്ങളിലെ അടിക്കുറിപ്പുകൾ എന്നുള്ളത് നോവലിലെ വരികളാണ്. ആ വരികളെ വടകരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് സ്മാരകശിലകൾ എന്ന പുസ്തകം സ്മാരകശിലകൾ എന്ന നോവലായി എങ്ങനെ പരിവപ്പെടുത്തി അതിനകത്ത് അദ്ദേഹത്തിന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റോ മെറ്റീരിയലായി കണ്ടെത്തിയത് എന്ന ചിത്രങ്ങളോട് പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നോവലിന്റെ ഒരു ഫോട്ടോഗ്രാഫിക് പഠനം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു കടത്തനാട് ഫെസ്റ്റിൽ ഇത് അവതരിപ്പിക്കാൻ വലിയ സന്തോഷം. 7 വർഷങ്ങൾക്ക് മുമ്പ് 2.5 വർഷക്കാലം ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ അങ്ങനെ എനിക്ക് പകർത്താൻ കഴിയുന്നത്. അതിനുവേണ്ടി 2.5 വർഷക്കാലത്തിനിടയ്ക്ക് നിരന്തരം വടകരയിൽ വരികയുണ്ടായി. നോവലിലെ സ്ഥലവും കാലവും കാലാവസ്ഥയും ഒക്കെ പരിഗണിച്ച് നോവലിലെ വരികൾക്ക് തുടർച്ചയായാണ് ഈ ചിത്രങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോവലിലെ ഉത്സവകാലങ്ങൾ അറക്കൽ അമ്പലത്തിലെ ഉത്സവം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോവലിലെ വരികളിലൂടെ പിന്തുടർന്നു. അതിനുവേണ്ടിയാണ് 1 വർഷക്കാലത്തോളം കാത്തിരിക്കേണ്ടി വന്നത്.